യാക്കോബായ സഭയുടെ കാതോലിക്ക വാഴിക്കൽ ചടങ്ങിനെതിരെ സർക്കാരിനും ഗവർണർക്കും കത്തയച്ചിരിക്കുകയാണ് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. സമാന്തര ഭരണം സുപ്രീംകോടതി വിധിക്ക് വിരുദ്ധമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് കത്ത്. സർക്കാർ പ്രതിനിധി സംഘത്തെ അയക്കരുതെന്നും കത്തിൽ ആവശ്യം. സഭാ തർക്കത്തിൽ സർക്കാർ ഭരണഘടനാ ലംഘനം നടത്തുന്നുവെന്നും വിമർശനമുണ്ട്. ഇതിനിടെ സർക്കാരിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക ക്യാമ്പയിനുമായി വിശ്വാസികളും രംഗത്തെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, ഏതായാലും സർക്കാർ പ്രതിനിധി സംഘത്തെ അയക്കരുത് എന്നുള്ള ഹർജിയിൽ, അങ്ങനെ ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കോടതി മറിച്ചൊരു വിധിയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൽ പ്രശ്നമില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഇപ്പോൾ സർക്കാരിന് നേരിട്ട് കത്തയച്ചിരിക്കുകയാണ് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ. ആർക്കാണ് ഈ കത്തയച്ചിരിക്കുന്നത്? പ്രധാനമായും ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ കത്തിൽ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും മറിച്ചൊരു തീരുമാനം ഉണ്ടായെങ്കിൽ പോലും സർക്കാരിന്മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിഷയത്തിൽ ഈ കത്തോലിക്ക വാഴ്ചയ്ക്കെതിരായിട്ട്, യാക്കോബായ സഭയുടെ കാതോലിക്ക ബാവ വാഴ്ചയ്ക്കെതിരായിട്ട് സർക്കാർ പ്രതിനിധികളെ അയക്കരുതെന്നുള്ള നിലപാട് നേരത്തെ തന്നെ സഭ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ സർക്കാർ പ്രതിനിധികൾക്ക് നേരിട്ട് കത്തയച്ചിരിക്കുകയാണ് ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായിട്ടുള്ള ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. കേരള ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും അതോടൊപ്പം തന്നെ ഈ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെട്ടവർക്കുമാണ് ഇപ്പോൾ ഈ കത്ത് അയച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും പിന്തിരിയണം, അല്ലെങ്കിൽ ലെബനോനിൽ നടക്കുന്ന ആ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായിട്ടും ഈ കത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. സമാന്തര ഭരണം സുപ്രീം കോടതി വിധിക്ക് എതിരാണ് എന്നും ഇതിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സമാന്തര ഭരണത്തെ പിന്തുണയ്ക്കുന്നത് മലങ്കര സഭയിലെ സമാധാന അന്തരീക്ഷം തകർക്കും എന്നും ഈ കത്തിൽ ഉള്ളടക്കമായിട്ട് കാതോലിക്ക ബാവ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള ഒരു വിമർശനവും പ്രതികരണവും സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും യാക്കോബായ സഭയ്ക്ക് പൂർണ്ണമായിട്ടും അനുകൂലമായ നിലപാട് സ്വീകരിക്കുമ്പോൾ ഓർത്തഡോക്സ് സഭയുടെ നിലപാടുകൾക്ക് എതിരായിട്ടുള്ള ഒരു നിലപാട് സർക്കാരും പ്രതിപക്ഷവും സ്വീകരിക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഒരുപക്ഷെ നേരിടേണ്ടി വന്നേക്കാം എന്ന തരത്തിലൊരു താക്കീത് എന്ന രീതിയിലുള്ള പ്രതികരണവും ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഗോകുൽ രമേശാണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.